മോദി ട്രംപിന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് എപ്പോഴെങ്കിലും ഇന്ത്യക്കൊരു പണി കൊടുക്കണം എന്ന കരുതലോടെയാണ് നീങ്ങിയത്. പക്ഷേ എട്ടിന്റെ പണി തിരിച്ച് ട്രംപിനാണ് കിട്ടി തുടങ്ങിയത്. കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയുന്നത് പോലെ ട്രംപ് ചെയ്തതിന്, അതായത് ഇന്ത്യക്കെതിരെ താരിഫ്, ഇന്ത്യക്ക് മാത്രമല്ല ബ്രസീലിനും ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് കൂട്ടിയതിന് അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടന്ന് ചാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ മുഴുവൻ തെരുവുകളിൽ പ്രതിഷേധമുയരുകയാണ് ട്രംപിനെതിരെ. ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനം ഞങ്ങളെ പട്ടിണിയിലാക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ട്രംപിന് ഉയർത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് നൊബേൽ സമ്മാനമൊക്കെ വാങ്ങാനായി അസീം മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നു. ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം വാങ്ങിത്തരണം എന്നൊക്കെ ആയിരുന്നു ട്രംപ് അസീം മുനീറിനോട് പറഞ്ഞത്. ഫീൽഡ് മാർഷലായ അസീം മുനീറിനെ വിളിച്ചത് എന്തിനാണ് എന്നതിനുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണ് ട്രംപിന് നമ്മളോടുള്ള ഈ വൈരാഗ്യത്തിന് കാരണമെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് മാത്രമല്ല. ട്രംപിന്റെ പ്രശ്നം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ മറുപടി നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. ആ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് ട്രംപ് പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു വീരവാദം വീമ്പിളക്കൽ ട്രംപ് നടത്തി. ഒരുപാട് സ്ഥലങ്ങൾ 9 ഇടങ്ങളിലാണ് ട്രംപ് അത് ആവർത്തിച്ചത്. ഈ 9 ഇടങ്ങളിൽ ആവർത്തിച്ചപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായി നിലപാട് വ്യക്തമാക്കി. മൂന്നാമന്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ ഈ വെടിനിർത്തൽ കരാറിൽ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇല്ല. ഇത് ഇന്ത്യ എടുത്ത തീരുമാനമാണ്. ഇന്ത്യയോട് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിനി ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം മൊത്തത്തിൽ ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കിരാനാക്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ, എയർബേസുകൾ, പിന്നെ ഭീകര കേന്ദ്രങ്ങളൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അതുകൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത്, ഇനി നയതന്ത്രപ്രകാരം അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പിന്മാറ്റം നടത്താം. അത് കുറച്ച് ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണ് എങ്കിൽ വെള്ളവും തരാം എന്നുള്ള നിബന്ധനയിലാണ്. ഇന്ത്യയോട് പാകിസ്ഥാൻ കാല് പിടിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഈ തീരുമാനം എടുത്തത് തന്നെ. അവിടെയാണ് ട്രംപിന് ആളാകണം എന്ന് കൃത്യമായി ട്രംപ് പറയുന്നത്. ഇനി നിങ്ങളൊക്കെ തമ്പിൽ കണ്ട കാര്യം ചോദിക്കും, മുകേഷ് അംബാനിയെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അതെന്താണ്? ശരിയാണ്, അത്തരത്തിൽ ചില പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി അസീം മുനീറും ട്രംപും തമ്മിൽ ഒരു ചർച്ച അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിൽ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം അസീം മുനീർ കുറിച്ച ട്വീറ്റിൽ അംബാനിയുടെ പടം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇനിയും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ട്രംപിന്റെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ അസീം മുനീറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി എന്തിനാണ് മുകേഷ് അംബാനിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരവും തരാം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അജണ്ട പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ രംഗത്തെത്തി. അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനിയെ ആക്രമിക്കുമെന്നായിരുന്നു അസീം മുനീറിന്റെ പ്രസ്താവന. ട്രംപിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തിയ അസീം മുനീർ പ്രത്യക്ഷമായല്ല, പരോക്ഷമായാണ് മുകേഷ് അംബാനിയുടെ പേര് പരാമർശിച്ചത്. ഇന്ത്യക്കെതിരെ അസീം മുനീറിന്റെ പ്രസംഗത്തിൽ നിരവധി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് മുകേഷ് അംബാനിക്കെതിരായ പരാമർശം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നടത്തിയ ട്വീറ്റിനെ കുറിച്ച് പറയവെയാണ് അസീം മുനീർ അംബാനിയുടെ പേര് പരാമർശിച്ചത്. ആനകളുടെ സൈന്യത്തെ, അതായത് ഇന്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കുമെന്നും അംബാനിയുടെ പടം കാണിച്ച് നമ്മൾ എന്താണ് അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണെന്നും അസീം മുനീർ പറയുന്നു. വ്യക്തമായ US അജണ്ടയാണ് അസീം മുനീറിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത് എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ഇനി എന്തിനാണ് മുകേഷ് അംബാനിയെ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുകേഷ് അംബാനിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സംസ്കരിക്കുന്നത് റിലയൻസിന്റെ പ്ലാന്റുകളിലാണ്. അതായത് എണ്ണ ശുദ്ധീകരിക്കാൻ റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്ലാന്ററുകൾ നൽകുന്നത്. അപ്പോ അത് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന്റെ പക്കലാണ് ഈ റഷ്യയിൽ നിന്ന് വരുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കുന്ന പ്ലാന്ററുകൾ ഉള്ളത്. അതുകൊണ്ട് ഇത് തകർക്കുക, മുകേഷ് അംബാനിയോടൊപ്പം തന്നെ ഈ പ്ലാന്ററുകളും തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്.
ഏത് വിധേനയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ US-ഉം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാരലിന് $46 നിരക്കിൽ റഷ്യയിൽ എണ്ണ വാങ്ങണമെന്നതായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോടുള്ള US-ന്റെയും യൂറോപ്യൻ യൂണിയന്റെയും താക്കീത്. അത് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് 27 50% ഉയർത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിന് ഇന്ത്യയും വഴങ്ങില്ല എന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് പല വിധ സാധനങ്ങളും വാങ്ങുന്ന US-നും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ കുറ്റപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു. ഇതോടെ മൂന്നാമത്തെ കുറെ കൂടി കഠിനമായ തീരുമാനം എടുത്തിരിക്കുകയാണ് US. അതായത് റഷ്യൻ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള റെയിൻസിനെ തടയുക. അതിന് ഏറ്റവും പറ്റിയ മാർഗമാണ് മുകേഷ് അംബാനിക്കെതിരെ ആക്രമണം നടത്തുമെന്ന പാക് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പ്രസ്താവന. ഇതോടെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ചോദ്യമുയർത്തുന്ന അംബാനിയോട് റഷ്യയിൽ നിന്നുള്ള എണ്ണ സംസ്കരണം നിർത്തിവെക്കണമെന്ന ഉറപ്പ് വാങ്ങുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. പലരും ഇതിന് കമന്റുകളായി എത്തുന്നുണ്ട്. അസീം മുനീറിന് ഈ പ്രസംഗം എഴുതി കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് ഒരാൾ പരിഹസിക്കുന്നത്. അംബാനി സ്വന്തം നിലയിൽ തന്നെ അസീം മുനീറിനെ നിലയ്ക്ക് നിർത്തിക്കൊള്ളും എന്നും ചിലർ പറയുന്നുണ്ട്. അസീം മുനീറിന്റെ ഈ പരോക്ഷ പ്രസ്താവന മുകേഷ് അംബാനി സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല എന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ അജണ്ട അസീം മുനീർ മുകേഷ് അംബാനിയുടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ ഈ പൊട്ടന്മാരിരുന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യക്കാർ ആലോചിക്കേണ്ടത്. ഇന്ത്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ട്രംപ് നീ ഇനി എത്രയൊക്കെ ഇവിടെ കിടന്ന് ചിലച്ചാലും, എത്രയൊക്കെ പകരച്ചുങ്കം അല്ലെങ്കിൽ താരിഫ് ഉയർത്തിയാലും ഇന്ത്യ ഭയപ്പെടാൻ പോകുന്നില്ല. അവസാനം ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ട്രംപ് തന്നെ ഈ തീരുവ കുറയ്ക്കാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ഈ തീരുവ മുഴുവനായി എടുത്തു കളയാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം മോദി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നാണ് ട്രംപ് പറയുന്നത്. മൈ ഫ്രണ്ട് എന്നാണ് മോദിയെ വിളിച്ചത്. ഈ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ US-ലെ മലയാളികൾക്കായാലും അവിടുത്തെ ഇന്ത്യക്കാർക്കായാലും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അവിടെ പ്രസിഡന്റായി വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും എന്നാണ് കരുതിയത്. കാരണം പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായി ട്രംപിനെ വിളിച്ച ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അത്രത്തോളം അടുപ്പം മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ചേർത്ത് നിർത്തുന്നു. തിരിച്ച് അമേരിക്കയിലേക്ക് പ്രധാനമന്ത്രി പോകുമ്പോൾ അവിടെയും ട്രംപിനെയും ഇന്ത്യക്കാരെയും അമേരിക്കയും ഒക്കെ വലിയ പുകഴ്ത്തലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. പക്ഷേ നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം, ഈ ചൈന പണി തരുന്നത് പോലെ അമേരിക്കയും, പ്രത്യേകിച്ച് കിളിപോയി കിടക്കുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയാല്ല. അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ട്രംപ്. അപ്പോൾ എന്നെങ്കിലും ട്രംപ് ഒരു പണി തന്നാൽ അതിന് ബദലായി എന്ത് ചെയ്യാം എന്ന് കൃത്യമായി ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. ആ കണക്ക് കൂട്ടലുകൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.